ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചുരക്കായാണ് തോരൻ വെക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിന് ലോങ് ഗോഡ്, ബോട്ടിൽ ഗോഡ് എന്നൊക്കെ പറയും. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അകത്തെ ഫ്ലഷി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആ ഭാഗവും കൂടെ കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കണം. ഇനി ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം. ഞാൻ ഈ വലിപ്പത്തിലുള്ള പീസസാണ് എടുത്തിരിക്കുന്നത്. തീരെ തിന്നായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം. അതൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്കോ ചട്ടിയിലേക്കോ ഇട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിക്കാം. ഇപ്പം വെന്ത് വരുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, 2 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്, 4-5 പച്ചമുളക് ചേർക്കാം. 1 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1/4 കപ്പ് തേങ്ങാപ്പീര. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി അരിയുകയോ അല്ലെങ്കിൽ ചതച്ച് വേണമെങ്കിലും ചേർക്കാം. അപ്പം നന്നായിട്ടിതൊന്ന് വഴറ്റണം. ഇതൊരുവിധം വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഷുഗർ കണ്ടൻറ്റും കൊഴുപ്പും വളരെ കുറവായതിനാൽ ഡയബറ്റിക്സ് ഉള്ളവർക്കും കൊളസ്ട്രോൾ കുറയുന്നതിനുമൊക്കെ വളരെ സഹായിക്കുന്നു. അതുപോലെ ഫൈബർ റിച്ച് ആണ്. വൈറ്റമിൻസും അയൺ, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സവാളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 2 തണ്ട് കറിവേപ്പില അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഡൈജഷനെ വളരെയേറെ സഹായിക്കുന്നു. അസിഡിറ്റി കുറയ്ക്കുന്നു. ബോഡിക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് നൽകാനും സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് പരിഹരിക്കാനും വളരെ നല്ലതാണ്. ഹാർട്ടിൻ്റെ ഗുഡ് ഹെൽത്തിന് നല്ലതാണ്. ഇതൊരു നാച്ചുറൽ ക്ലെൻസറാണ് ഈ ചുരക്ക എന്ന് പറയുന്നത്. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൊമാറ്റോ അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശരീരത്തിലെ ടോക്സിസിറ്റി മാറ്റുന്നു. ചുരക്കായുടെ ജ്യൂസ് ഓരോ ഗ്ലാസ് വീതം ആഴ്ചയിൽ 3 പ്രാവശ്യം കുടിച്ചാൽ വെയിറ്റ് ലോസിനും പ്രിമച്വർ ഗ്രേയിങ് തടയാനും വളരെ നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. അപ്പം നമ്മുടെ ചുരക്ക വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റണം. വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് വഴന്ന് വന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് ചുരക്ക ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. സവാളയും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഈ ചുരക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം വറ്റിച്ച് എടുക്കണം. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റണം. അധികം മൂക്കാത്ത തേങ്ങ വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയിലയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പകരം കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.